അങ്ങനെ ഇന്ത്യ വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരത്തിന് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. ഇന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ മാച്ച്. അയർലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ന് രാത്രി 8 മണിക്കാണ് മാച്ച് നടക്കുന്നത്. ഇന്നത്തെ മാച്ചിൽ ചില മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട്. വിരാട് കോഹ്ലി ടീമിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ അയർലൻഡ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ പ്ലേയിങ് 11-ൽ രോഹിത് ശർമ്മയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം സഞ്ജുവിനെ ഓപ്പണിംഗിൽ ഇറക്കണോ അതോ രോഹിത് ശർമ്മയും കോഹ്ലിയും ഓപ്പണറാകണോ, അല്ലെങ്കിൽ പിന്നെ രോഹിത് ശർമ്മയും ജയ്സ്വാളും. ഈ 3 ഓപ്ഷനാണ് ഇന്ത്യൻ ടീമിന് ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് സഞ്ജുവും രോഹിത് ശർമ്മയും ആയിരിക്കും. ഇനിയൊരു പക്ഷേ അവസാന നിമിഷം സഞ്ജുവിനെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റുമോ എന്നത് വ്യക്തമല്ല. കോഹ്ലി എവിടെ കളിക്കുമെന്നത് ഉറപ്പായിട്ടില്ല. കോഹ്ലിയെ ഓപ്പണിംഗിൽ ഇറക്കിയേക്കുമെന്നും രോഹിത് ശർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാന നിമിഷം മാത്രമേ പ്ലേയിങ് 11 നമുക്ക് മനസ്സിലാകൂ. സന്നാഹ മത്സരത്തിൽ സഞ്ജു ഫ്ലോപ്പ് ആയതുകൊണ്ട് സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കാനുമുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഋഷഭ് പന്ത് തകർത്തടിച്ചത് സഞ്ജുവിന് പണിയാണ്. ജയ്സ്വാളിൽ നിന്ന് ഓപ്പണിംഗിൽ ഇറക്കിയാൽ സഞ്ജുവിന് പിന്നെ പ്ലേയിങ് 11-ൽ സ്ഥാനമുണ്ടായിരിക്കില്ല. കാരണം വിരാട് കോഹ്ലിയും ടീമിലേക്ക് എത്തി. അല്ലെങ്കിൽ പിന്നെ ശിവൻ ദുബെ ഒഴിവാക്കി സഞ്ജുവിന് ആ സ്ഥാനം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ ഫിനിഷർ. അയർലൻഡ് ടീം ഇന്ത്യക്ക് ഒരു എതിരാളിയല്ല. ഇന്ത്യ ഇന്ന് ഈസി ആയിട്ട് ജയിക്കുമെന്നത് ഉറപ്പാണ്. ഒരുപക്ഷെ ഇന്ത്യ ഇന്ന് 200+ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ മാച്ചിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. സഞ്ജു സാംസൺ, രോഹിത് ശർമ്മ, കോഹ്ലി, സൂര്യകുമാർ, ഋഷഭ് പന്ത്, പാണ്ഡ്യ, ജഡേജ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ബുംറ, സിറാജ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ഇനി അവസാന നിമിഷം ജയ്സ്വാൾ എത്തുകയും സഞ്ജു പുറത്താകാനും സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കട്ടെ. സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ടിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സഞ്ജുവിന് ഇന്ന് അവസരം കിട്ടിയാൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. പവർ പ്ലേയിൽ സഞ്ജുവിൻ്റെ ഒരു അഴിഞ്ഞാട്ടമായിരിക്കും ഇന്നത്തെ മാച്ച്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.